ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോയിറ്റി. ഇന്ന് നമുക്ക് ലിസണിങ് പഠിച്ചാലോ. ലിസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ആൻസറിലോട്ട് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇന്ന് ലിസണിങ്ങിൻ്റെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിസണിങ് അതിൻ്റെ ബേസിക് റൂൾസൊക്കെ അറിയാമല്ലോ. 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 24 ഫ്രം എ പാർട്ട്, ബി പാർട്ടിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ്, സി പാർട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ബിയിലും സിയിലും പൊതുവെ ഒരുപോലെയാണ്. ഓപ്ഷൻസ് 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് 3 ആണ്. പിന്നെ ബിയിലെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിയിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് എക്സ്ട്രാക്റ്റ് ആണ്. ആദ്യം ഒരു എക്സ്ട്രാക്റ്റ് തരും. അതിന് ഒരു ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻസ് ഉണ്ടാകും. അവർ ഓഡിയോ പ്ലേ ചെയ്യും. ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞു പോകുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനും ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണോ അത് കൃത്യമായിട്ടുള്ള ആൻസറായിട്ട് എടുക്കുക. എ ബി സി എന്നിങ്ങനെ 3 ഓപ്ഷൻ ഉള്ളത് നമുക്ക് സർക്കിളായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ. അപ്പോൾ ആ സർക്കിൾ നിങ്ങളുടെ ആൻസർ ഇപ്പോൾ ബി ആണെങ്കിൽ സർക്കിൾ ഷെയ്ഡ് ചെയ്യുക. പെൻസിൽ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും ഒരുപോലെ ഷെയ്ഡ് ചെയ്യുക. ആൻസറുമായിട്ട് മാച്ച് ചെയ്യുന്നത്, നമ്മുടെ ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യുന്ന സെയിം അവർ സംസാരിക്കുന്നത് ഓഡിയോയിൽ നിന്നും ചൂസ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക. സോ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയോ കേട്ടിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വോയിസ് പ്ലേ ചെയ്യാൻ പോവാണ്. ഓഡിയോ പ്ലേ ചെയ്യാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ബി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. Presentation about the introduction of a new type of wound dressing. ഓക്കെ, അപ്പോൾ അവരെന്താണ് പറയുന്നത്? നമ്മളൊരു ന്യൂ പ്രസൻറ്റേഷൻ ഓഫ് എ ടൈപ്പ് ഓഫ് ഒരു വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ കേൾക്കാൻ പോകുന്നത്. കുറച്ച് സമയം അവർ ഹോൾഡ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് നമ്മുടെ ഓപ്ഷൻസ് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്താണ് പറയുന്നതെന്നുള്ള ശ്രദ്ധിച്ച് കേൾക്കുക. Thank you all for coming. Well, after some research, the hospital has decided to invest in a new type of dressing to care for our patients with chronic wounds, such as those with diabetic ulcers. Although the traditional cloth compression bandages are useful, they need to be changed frequently to promote healing. These new bandages are made of a natural plant-based material instead. In fact, they're made from seaweed. Alginate dressings are somewhat costly, but they can prevent harmful strains of bacteria from entering the wound by forming a protective barrier with the skin. Most impressive of all, they can absorb up to 20 times their own weight, so they're the best choice for wounds with high-level exudate. Based on these factors, we believe that alginate dressing would be a useful addition to our wound care procedures. ഓക്കെ, അപ്പം നമ്മൾ കോൺവെർസേഷൻ നമ്മൾ കൃത്യമായിട്ട് കേട്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് നമ്മളുടെ സ്പീക്കർ സംസാരിച്ചത്. ആ വൂണ്ട് ഡ്രസ്സിങ് എന്തിനെക്കുറിച്ചാണ്? ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റു പല ഡ്രസ്സിങ്ങിനെ കുറിച്ചും ചിലപ്പോൾ അവരവിടെ പറയും. പഴയ ഡ്രസ്സിങ്, അതായത് എസ്റ്റർഡേ ചെയ്തത് അല്ലെങ്കിൽ അതിന് മുന്നും ചെയ്ത് അങ്ങനെ പറഞ്ഞു എന്നിരിക്കും. പക്ഷേ ആ ഒരു പഴയ ഡ്രസ്സിങ്ങിനെ കുറിച്ചല്ല. ന്യൂ വൂണ്ട് ഡ്രസ്സിങ് എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അവർ പറയുന്ന ഒരു സ്പെഷ്യൽ കാര്യം എന്താണ്, ഇതാണ് അവർ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. അതിൽ വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ വൂണ്ട് ഡ്രസ്സിങ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് മെയിൻ അഡ്വാൻറ്റേജ്? മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ് ഗുണം? ന്യൂ വൂണ്ട് ഡ്രസ്സിങ്, ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിൻ്റെ ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻസ് 3 ആണ്. അത് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ദേ ആർ ഐഡിയൽ ഫോർ ഊസിങ് വൂണ്ട്സ് ഡ്യൂ ടു ഹൈ അബ്സോർബൻസി. ഓക്കെ, അത് ഐഡിയൽ എന്നാണ് പറയണത്. ഫോർ ഊസിങ്, ഊസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഊസിങ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഒരു ശ്രവിക്കുക എന്നുള്ളതാണ്. കേൾക്കുക എന്നുള്ള ശ്രവണമല്ല കേട്ടോ, ശ്രവിക്കുക, സായാണ്. ശ്രവിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഡ്യൂ ടു ഹൈ അബ്സോർബൻസി, അബ്സോർബൻസി എന്നുള്ള മീനിങ്, വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം. ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, എടുക്കുക എന്നുള്ളതാണ് ആഗിരണം ചെയ്യുക. അപ്പോൾ ഇത് വളരെയധികം ഉപയോഗപ്രദമാണെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ഐഡിയൽ ഫോർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ആണ്. എന്തിന്?
ഒരു സ്രവിക്കുന്നതിന് വൂൺസ് സ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഗുണപ്രദമാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അതിനൊരു പ്രത്യേക ഗുണമുണ്ട്, അത് ആഗിരണം ചെയ്യും. അപ്പോൾ ഈ ഒരു ന്യൂ വൂണ്ട് ഡ്രസ്സിങ് അതിനകത്തെ എന്തെങ്കിലും അതായത് നമ്മുടെ വൂണ്ടിൽ നിന്ന് വരുന്ന ആ സ്രവങ്ങൾ എന്നുവെച്ചാൽ വൂണ്ടിൽ നിന്ന് വരുന്ന അഴുക്കുണ്ടല്ലോ, ആ അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ ഈ ഒരു ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിലോട്ടേക്ക് അത് അബ്സോർബ് ചെയ്തോളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്, ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിൻ്റെ ഗുണം പറയുന്നത്. അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന വൂണ്ട് ഡ്രസ്സിങ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് ആ വൂണ്ടിൽ നിന്ന് വരുന്ന അഴുക്ക് അതൊന്നും ആഗിരണം ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഉള്ളത് ആഗിരണം ചെയ്യുമെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ബി, ദേ ആർ മെയ്ഡ് ഫ്രം നാച്ചുറലി ബാക്ടീരിയ റെസിസ്റ്റൻറ്റ് സീവീഡ്. ഓക്കെ, അത് എന്തിൽ നിന്നാണ്? ഒരു നാച്ചുറലി ബാക്ടീരിയ റെസിസ്റ്റൻറ്റ്, ഓട്ടോമാറ്റിക്കലി നാച്ചുറലി പ്രകൃതിദത്തമായിട്ട് ബാക്ടീരിയനെ റെസിസ്റ്റൻറ്റ് ചെയ്യുന്ന ഒരു സീവീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഒരു പായലാണ് കേട്ടോ. ഒരു കടലിലുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പായലിനെയാണ് നമ്മൾ സീവീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നാച്ചുറലി ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് വൂണ്ട് ഡ്രസ്സിങ്. നെക്സ്റ്റ്, ദേ ആർ സംവാട്ട് ലെസ് കോസ്റ്റ്ലി. അത് കുറച്ച് കോസ്റ്റ് കുറവാണ് ദാൻ ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജ്. ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്ത് ബാൻഡേജിനെക്കാട്ടിലും കുറച്ച് കോസ്റ്റ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലായി, നമ്മുടെ കോൺവെർസേഷനകത്ത് നമ്മൾ കോൺവെർസേഷൻ കേൾക്കുകയും ചെയ്തു. കോൺവെർസേഷനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ഒരു ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്ത് ബാൻഡേജിനെ കുറിച്ചും പറയുന്നുണ്ട്. 2 ടോപ്പിക്സിനെ കുറിച്ചാണ് ദേ ആർ ഡിസ്കസിങ് അബൌട്ട്. ഫസ്റ്റ് വൺ ഈസ് ന്യൂ വൂണ്ട് ഡ്രസ്സിങ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. What they are talking about new wound dressing. Secondly, they are giving information regarding ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്ത് ബാൻഡേജിങ്ങും ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു സ്പീക്കർ നമ്മളോട് സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ഒന്നുകൂടെ കൂടി കോൺവെർസേഷൻ കേട്ട് നമുക്ക് ആൻസറിലോട്ടേക്ക് പോകാം. ഒന്നുകൂടെ കൂടി കോൺവെർസേഷൻ ഒന്ന് കേൾക്കാം കേട്ടോ. All for coming. Well, after some research, the hospital has decided to invest in a new type of dressing to care for our patients with chronic wounds. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും പറയുന്നത്? താങ്ക് യു ഫോർ ഓൾ കമ്മിങ് എന്നാണ് പറയുന്നത്. എല്ലാവരും വന്നതിന് നന്ദി. വെൽ, ആഫ്റ്റർ സം റിസർച്ച്, കുറച്ച് റിസർച്ചിന് ശേഷം ദ ഹോസ്പിറ്റൽ ഹാസ് ഡിസൈഡഡ് ടു റിസർച്ച്. ഹോസ്പിറ്റൽ എന്ത് തീരുമാനിച്ചു? റിസർച്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്. ഒരു ന്യൂ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് റിസർച്ച് ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റൽ കുറേ ഡിസ്കഷൻ നടത്തിയതിന് ശേഷം, കുറേ റിസർച്ച് നടത്തിയതിന് ശേഷം അവർ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടി നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട്, ടു കെയർ ഫോർ അവർ പേഷ്യൻ്റ് വിത്ത് ക്രോണിക് വൂൺസ്. അപ്പം ക്രോണിക് വൂൺസ് ആയിട്ടുള്ളവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നെക്സ്റ്റ് ഇതിലാണ് വരുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ഡയബറ്റിക്കും അൾസേഴ്സുമായിട്ടുള്ളവരിലാണ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കണ്ടതിൽ നിന്ന് നമ്മുടെ 3 ഓപ്ഷനെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടം വരെ നമുക്കൊരു 2-3 സെൻറ്റൻസേ ആകെ മൊത്തം ലിസണിങ്ങിൽ അവർ പറയുള്ളൂ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കുറച്ച് ഒരു 1/4 ഇപ്പോൾ അവർ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും ഒന്നും ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. നമ്മുടെ 3 ഓപ്ഷനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. നമുക്ക് നോക്കാം ഇനി അടുത്തത് എന്താണെന്നുള്ളത്. Although the traditional cloth compression bandages are useful. കണ്ട, ഇവിടെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് യൂസ്ഫുൾ ആണെങ്കിലും, അത് യൂസ്ഫുൾ ആണെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിൻ്റെ ടോപ്പിക്കിലേക്ക് സ്പീക്കർ വന്നിട്ടില്ല. എന്ത് ചെയ്യണം? ദേ നീഡ് ടു ബി ചേഞ്ച്ഡ് ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ത്? ട്രഡീഷണൽ ബാൻഡേജ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇനി നമുക്ക് പറയുകയാണ് കേട്ടോ, ന്യൂ ബാൻഡേജ് ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ആണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രഡീഷണലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ന്യൂ ആയിട്ടുള്ള നമ്മുടെ
വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ച് അവർ പറയുവാണ്. അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ പ്ലാന്റിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. Instead, in fact, they're made from seaweed. ഇൻഫാക്റ്റ് എന്താണ് അവർ സീവീഡ്, അതായത് കടൽപ്പായലിൽ നിന്നുമാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. നാച്ചുറലാണ്, കടൽപ്പായലിൽ നിന്നാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും വന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ട്രഡീഷണൽ ക്ലോത്തിനെ കുറിച്ച് അവരെന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കേട്ടത് വെച്ചിട്ട് ട്രഡീഷണൽ ക്ലോത്തിനെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇതിലുണ്ടോ എന്ന് നോക്കാം. സി ഓപ്ഷൻ ആയിരുന്നു ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ സംവാട്ട് ലെസ് കോസ്റ്റ്ലി ദാൻ ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജ്. ഓക്കെ, ഈ ന്യൂ വൂണ്ട് ഡ്രസ്സിങ് ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജിനെക്കാട്ടിലും ലെസ് കോസ്റ്റ്ലി ആണോ? ഇവിടം വരെ അത് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ദേ ആർ മെയ്ഡ് ഫ്രം നാച്ചുറലി ബാക്ടീരിയ റെസിസ്റ്റൻറ്റ് സീവുഡ്. ബാക്ടീരിയ റെസിസ്റ്റൻറ്റ് എന്നവർ പറഞ്ഞിട്ടില്ല. എന്ത്? ന്യൂ വൂണ്ട് ഡ്രസ്സിങ്. ന്യൂ വൂണ്ട് ഡ്രസ്സിങ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് സീവീഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പക്ഷേ നാച്ചുറൽ പ്ലാന്റ് സ്റ്റെൻറ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് ഇൻഫാക്റ്റ് അതൊരു സീവുഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം തൽക്കാലത്തേക്ക് ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് വയ്ക്കാം. ബാക്കിയുള്ളതും കൂടെ കൂടി നമുക്കൊന്ന് കേൾക്കാം. Alginate dressings are somewhat costly, but they can prevent harmful strains of bacteria. ഓക്കെ, അത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഹാംഫുൾ ബാക്ടീരിയനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലാതെ ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജിനെക്കാട്ടിലും സംവാട്ട് ലെസ് കോസ്റ്റ്ലി എന്നാണോ പറയുന്നത്? അല്ല. നമുക്കൊന്നുകൂടി കൂടി അതൊന്ന് കേട്ട് നോക്കാം. ഒന്നുകൂടി കൂടി കോസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നുള്ള ഒന്നുകൂടി കൂടി കേട്ട് നോക്കാം. Of a natural plant-based material instead. In fact, they're made from seaweed. Alginate dressings are somewhat costly, but they can prevent harmful strains of. നോട്ട് ലെസ് കോസ്റ്റ്ലി അല്ല, കുറച്ച് അധികം കോസ്റ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? സംവാട്ട് കുറച്ച് അധികം കോസ്റ്റ്ലിയാണ്. പക്ഷേ ഓപ്ഷൻ നമുക്ക് ലെസ് കോസ്റ്റ്ലിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓഡിയോയിൽ അവർ ഇത് കോസ്റ്റ്ലി എന്ന് പറയുകയും ഓപ്ഷനിൽ ലെസ് കോസ്റ്റ്ലി ദാൻ ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജ് എന്ന് പറയുകയും ചെയ്തു. ട്രഡീഷണൽ ക്ലോത്ത് ബാൻഡേജിനെക്കാട്ടിലും കുറവല്ല കോസ്റ്റ്, കുറച്ചുകൂടി കൂടി കൂടുതലാണെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനിൽ നേരെ ഓപ്പോസിറ്റാണ്. സോ ബി ആൻഡ് സി നമ്മൾ രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എലിമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് എ ആണ് ഉത്തരം എന്നറിയാം. ഇനി എയിനെ കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങളുടെ കൂടി നമുക്കൊന്ന് കേൾക്കാം. Bacteria from entering the wound by forming a protective barrier with the skin. Most impressive of all, they can absorb up to 20 times their own weight, so they're the best choice for wounds with high level exudate. സി അവർ പറഞ്ഞ കേട്ടോ. ഇനി പറയുന്ന എല്ലാം ന്യൂ ക്ലോത്ത് ബാൻഡേജിങ്ങിൻ്റെ വൂണ്ട് ബാൻഡേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതിന് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതിന് എക്സുഡേറ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സുഡേറ്റ്? എക്സുഡേറ്റ് ആൻഡ് ഊസിങ് ഈസ് സെയിം. എക്സുഡേറ്റിൻ്റെയും അർത്ഥം ശ്രവിക്കുക എന്നുള്ളതാണ്, ഊസിങ്ങിൻ്റെയും അർത്ഥം ശ്രവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. റീഡിങ്ങിലായാലും ലിസണിങ്ങിലായാലും രണ്ട് മെറ്റീരിയലിലായാലും നമ്മൾക്ക് സിനണിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. റീഡിങ്ങും ഏതെങ്കിലും ഒരു സിനണിം നമ്മുടെ ഓപ്ഷനകത്തുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സിനണിം അതിൻ്റെ അതേ മറ്റൊരു മീനിങ് ആയിട്ടുള്ള പര്യായ പദം നമ്മുടെ ഓപ്ഷനിലും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അന്നേരം നമ്മൾ ഓടിപ്പോയി അത് ചൂസ് ചെയ്യരുത്. കണ്ടാൽ ആ സെൻറ്റൻസ് ഒന്ന് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടോ ചിലപ്പോൾ ഓപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെയാണ് ലിസണിങ്ങിലും അവർ സിനണിം വെച്ചിട്ടേ പറയത്തുള്ളൂ. അപ്പോൾ വായിക്കുന്ന പിന്നെ നമുക്ക് നോക്കിയിട്ട് വായിക്കാൻ പറ്റും. കുറച്ച് ടൈം എടുത്താണെങ്കിലും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ലിസണിങ് എന്ന് പറയുന്നത് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ലിസണിങ്ങിൻ്റെ ബിയും സിയും എല്ലാവർക്കും തന്നെ ഏകദേശം പാടായിട്ട് പറയുന്നത്, ബിയും സിയും പറയുന്നത്. കാരണം അവർ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഡിഫിക്കൾട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനകത്ത് എക്സുഡേറ്റ് എന്നുള്ള വാക്കും ഊസിങ് എന്നുള്ള വാക്കും സെയിം ആണ്. അവർ സ്പീക്കർ പറയുന്നത് എക്സുഡേറ്റ് ആണ്, ഊസിങ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്.
അപ്പോൾ അതിനെ എ ഓപ്ഷനെ വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഗിരണം ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും. Based on these factors, we believe that alginate dressing would be a useful addition to our wound care procedures. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുണം വെച്ചിട്ടാണ് ഊസിങ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ അവരത് എക്സുഡേറ്റ് ചെയ്യുന്നത്, അതായത് ഊസിങ് ചെയ്യുന്ന വൂണ്ട്സ് ഊസിങ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ വൂണ്ടിൽ നിന്നും വരുന്ന ആ ഒരു എക്സുഡേറ്റ് എല്ലാം വളരെ കൃത്യമായിട്ട് അവരത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ അവസാനം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് തന്നെയായാലും ന്യൂ വൂണ്ട് ഡ്രസ്സിങ് അവർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂ വൂണ്ട് ഡ്രസ്സിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എ ഓപ്ഷനാണ്. ദേ ആർ ഐഡിയൽ ഫോർ യൂസിങ് വൂണ്ട്സ് ഡ്യൂ ടു ഹൈ അബ്സോർബൻസി. ഇതാണ് ആൻസർ. സോ അപ്പോൾ നിങ്ങൾക്ക് ലിസണിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിസണിങ്ങിൻ്റെ മെറ്റീരിയൽ നമുക്ക് ബി സ്കോർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് എളുപ്പം കൂടുതലാണ് മറ്റുള്ള മൊഡ്യൂൾസിനെക്കാട്ടിലും. കാരണം അതിൽ എ പാർട്ടിൽ തന്നെ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 24 നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിയും കൂടെ കൂടി ഒന്ന് നന്നായിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലിസണിങ് കിട്ടും. സോ എ പാർട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നവരിൽ ഒരു 95% ആൾക്കാർക്കും എ പാർട്ട് കുറച്ച് ഈസിയാണ്. എ പാർട്ട് ഈസി അല്ല എന്ന് പറയുന്നവർക്ക് അതിനൊറ്റ റീസണേ ഉള്ളൂ, ലാക്ക് ഓഫ് പ്രാക്ടീസാണ്. നന്നായി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എ പാർട്ടിൽ നിന്ന് നന്നായിട്ട് നമുക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. എ പാർട്ട് പൊതുവെ ഒരു 20 എബോവ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് പാടായിട്ടുള്ളവർ കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ചധികം മെറ്റീരിയൽസ് ഒരു ദിവസം ചെയ്യുക. ഒരേ ഒരു എ പാർട്ട് മാത്രം ഒരു ദിവസം ചെയ്യുകയും എനിക്ക് എ പാർട്ട് ടഫാണെന്ന് പറയുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എത്രമാത്രം നമുക്ക് ഡിഫിക്കൽട്ട് ആകുന്നുവോ അത്രമാത്രം നമ്മൾ മെറ്റീരിയൽസ് ചെയ്യാനായിട്ട് നോക്കണം. എ പാർട്ട് ടഫായിട്ടുള്ളവർ, അതായത് ബിലോ ഒരു 15 നിൽക്കുന്നവർ, ബിലോ 20 നിൽക്കുന്നവരെല്ലാം 2, 3, 4 മെറ്റീരിയൽസൊക്കെ എ പാർട്ട് ഒരു ദിവസം ചെയ്യാനായിട്ട് നോക്കുക. ആ ചെയ്യുന്ന കൂട്ടത്തിൽ ബി പാർട്ടും കൂടെ കൂടി ചെയ്തു പോവുക. കാരണം ബി പാർട്ട് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ബി പാർട്ടും കൂടെ കൂടി ചെയ്യുക. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 26, 27 അതിൽ നിന്ന് കിട്ടിയാൽ സി പാർട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും 3-4 ആൻസേഴ്സ് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ലിസണിങ് സോ ഇന്ന് പഠിപ്പിച്ച എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത എക്സ്പ്ലനേഷനായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.